എൻ്റെ ആത്മാവിലൂടെ ലോകം മുഴുവനിലേക്കും നീ ഒഴുകിക്കും, ഇതാ ഞാൻ വിശ്വസിക്കുന്ന ഈശോ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. നമ്മളൊന്നും പ്രാർത്ഥിക്കണ്ട, മറിച്ച് നമ്മൾ യേശുവിനോടൊപ്പം ഇരുന്നാൽ മതി. വലിയ നിഗൂഢതയാണ് അവിടെ എന്നറിയാം, വലിയ നിഗൂഢതയാണ്. ഈ ഒഴുക്കങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലങ്ങ് ഭയങ്കരമായ വികസനമാണ്. ശരിക്കും വെള്ളച്ചാട്ടം പോലെ ഒഴുകാൻ തുടങ്ങും. കാരണം ഇത്രയും ദിവസവും നമ്മളെ പ്രാർത്ഥിച്ചിരുന്നത്, പ്രാർത്ഥിക്കുന്നത് ഈശോ. അതല്ലേ സുവിശേഷത്തിൽ മുഴുവനും കാണുന്നത്. അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രഭാതത്തിൽ ഉണർന്ന് വെളിച്ചമാകുന്നതിന് മുൻപേ ഒരു വിജന സ്ഥലത്ത് പോയി അവൻ പ്രാർത്ഥിച്ചു. അവന്റെ കീർത്തി ലോകമെല്ലാം വ്യാപിച്ചു. ഒരുപാട് പേര് അവനെ തേടി വന്നു. അവനാകട്ടെ പിൻവാങ്ങി. കണ്ടോ നിഗൂഢത. ശിശുവിനെ നിർത്തി, പിൻവാങ്ങി വിജനപ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിച്ചു. ഇത് ഇപ്പൊ ലൂക്ക 5-ലാണ്. ലൂക്ക 6 നോക്കി, അവൻ മലമുകളിലേക്ക് കയറി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രഭാതമായപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരിൽ നിന്നും അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അതിനുശേഷം അവർ ഒന്നിച്ച് മലമുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി മൈതാനത്തിലേക്ക് വന്നു. ആരൊരുമിച്ച് വന്നു? ഈ അപ്പോസ്തലന്മാരും യേശുവും. അവിടെ വലിയൊരു ജനാവലി അവരെ കാത്തിരിക്കുകയായിരുന്നു. അവർ അവനെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചു. കാരണം അവനിൽ നിന്നും ശക്തി ഇത് കഴിഞ്ഞോ ഈ പ്രാർത്ഥന യേശുവിൻ്റെ? യേശു നിത്യപുരോഹിതനാണ്, യേശു നിത്യനാണ്, യേശു അനന്തനാണ്. യേശു പ്രാർത്ഥിക്കുന്നത് ആ നിമിഷ നേരത്തേക്കല്ല. യേശുവിൻ്റെ എല്ലാ പ്രാർത്ഥനയും അനന്തതയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ബോധ്യത്തോടു കൂടി കണ്ടോ യേശു മലമുകളിൽ വീണ്ടും 9-ാം അധ്യായത്തിൽ അവൻ താബോർ മലയിലേക്ക് പോയി. ശിഷ്യന്മാർ 3 പേരെ അപ്പോസ്തലന്മാരെ കൊണ്ടുപോയി. കാരണം വലിയ നിഗൂഢത നടക്കാൻ പോവുകയാണ്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ മുഖഭാവം മാറി, രൂപാന്തരീകരണം. അതാണ് ശക്തമായ പ്രാർത്ഥനയിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇതാ മോശയും ഏലിയായെയും അവരവിടെ കാണുന്നു. അതാ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത്. അവരൊക്കെ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, RIP റെസ്റ്റ് ഇൻ പീസ് അല്ല സ്വർഗത്തിൽ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. മോശയും ഏലിയായും അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? അവർ ഇപ്പോൾ ശക്തമായി മധ്യസ്ഥ പ്രാർത്ഥനയും ശക്തമായി ലോകം മുഴുവനിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിഗൂഢത യേശുവിൻ്റെ പ്രാർത്ഥനയുമായിട്ട് നമ്മൾ ഒരുമിപ്പിക്കുകയല്ല ചെയ്യുന്നത്. യേശുവാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോ പറഞ്ഞു, പറഞ്ഞില്ലേ 8-ാം അധ്യായത്തിൽ 34-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ആരാണ് നിങ്ങളെ കുറ്റം വിധിക്കുക? ആരാണ് നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കുക? യേശുക്രിസ്തുവോ? യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു ഇപ്പൊ എന്താ ചെയ്യുന്നത്? പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിച്ചു. അപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നു. 8-ാം അധ്യായത്തിൽ അതിന് തൊട്ട് മുമ്പ് 26-27 എന്താ പറയുന്നത്? 26-27 പറയുന്നത്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയായികയാൽ
അവാച്യമായ നെടുവീർപ്പുകളിലൂടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇനി എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് നമ്മളിനി എന്ത് ചെയ്യണം? നമ്മൾ അവരോടൊത്ത് ഇരുന്നാൽ മതി. അവര് പ്രാർത്ഥിക്കുന്നു, പക്ഷെ അവർക്ക് ഈ ഭൂമിയിലേക്ക് ഇറങ്ങാനായിട്ട് അവർ മണ്ണിലല്ല, അവരിൽ മണ്ണില്ല, അവരിൽ വിണ്ണ് മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ മണ്ണിന്റെ മക്കളെ കുറിച്ച് വരെ വേണം. വാസ്തവത്തിൽ അതുകൊണ്ടല്ലേ നമ്മൾ ഈ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തത്? കർത്താവിന് അറിയാമായിരുന്നല്ലോ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് ഇതാണ് നിന്റെ ചായ്വ്. ഇതറിഞ്ഞുകൊണ്ടല്ലേ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അവൻ പാപം ചെയ്ത് വന്ന ഉടനെ പറഞ്ഞത്, ഒരു കംപ്ലൈന്റും ഇല്ല, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരിയും. നമുക്ക് മണ്ണിന്റെ സ്വഭാവം ഇല്ലാതിരിക്കോ? എന്തിനാ ഞങ്ങളെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയത്? ഞങ്ങളെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് മണ്ണിന്റെ സ്വഭാവമുണ്ട്. പക്ഷേ എന്താ മാലാഖമാർക്ക് ഇല്ലാതിരുന്ന ഒന്ന്? നമ്മളിൽ മണ്ണും വിണ്ണും ഒന്നായിരിക്കും. ദൈവത്തിന് ഈ മണ്ണിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. എന്താ? ഞങ്ങള് മണ്ണിന്റെ മക്കളാണ്. അപ്പൊ ദൈവം നമ്മുടെ ആത്മാവിലേക്ക് വിണ്ണിൽ നിന്ന് എന്ത് തന്നാലും അത് ടക്ക് എന്ന് പറഞ്ഞ് മണ്ണിലേക്ക്, അതായത് ഈ ഭൂമിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. ഓട്ടോമാറ്റിക് നമ്മളുമായിട്ട് അങ്ങനത്തെ കണക്ടിവിറ്റിയിലാണ് വന്നത്. അതിനു വേണ്ടിയാണ് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. റിസ്ക് കാരണം ഈ മണ്ണിൽ നിന്നുണ്ടാക്കിയത് കൊണ്ട് ഇവൻ മണ്ണിലേക്ക് തിരിയുമെന്നറിയാം. പക്ഷേ ഈ മണ്ണിൽ എൻ്റെ രാജ്യം സംസ്ഥാപിതമാക്കണമെങ്കിൽ ഇവനെ മണ്ണിൽ നിന്ന് തന്നെ മെനഞ്ഞെടുക്കണം. ഈ രാത്രി മുഴുവൻ ചിന്തിക്കാനുള്ള വകുപ്പായിട്ടുണ്ട്. ഉറക്കത്തിലേക്ക് ഇനി പല കാര്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പൊ ദൈവം മണ്ണും വിണ്ണും യോജിപ്പിച്ചിരിക്കുന്ന ഏക സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. മാലാഖമാർക്ക് പോലും ഇത് കൊടുത്തിട്ടില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ വിശ്വാസിയായ ഒരുവൻ യേശുവിന്റെ അടുത്ത് ഇരുന്നാൽ മതി. ഒരാത്മാവ് ഒരു വ്യക്തിയിലൂടെ ഈ പ്രപഞ്ചം മുഴുവനിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം ഒഴുക്കണം. കാരണം ഏശയ്യാ പ്രവചനത്തിൽ 11-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്: സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. എല്ലാവരും ഏറ്റു പറഞ്ഞേ: സമുദ്രം ജലം കൊണ്ടെന്ന പോലെ, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി മുഴുവനും കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് നിറയും. ഈ പ്രവചനം പൂർത്തിയാകുമോ ഇല്ലയോ? ഇതിന് തൊട്ട് മുമ്പാണ് മറ്റൊരു പ്രവചനം 7-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ പറഞ്ഞു: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ പ്രവചനം പൂർത്തിയായോ ഇല്ലയോ? പൂർത്തിയായെങ്കിൽ ഇത് പൂർത്തിയാകണ്ടേ? എന്താണ് ആ പുത്രൻ ചെയ്യാൻ പോകുന്നത്? അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. ജ്ഞാനത്തിന്റെ ചൈതന്യം അവന്റെ മേലുണ്ടായിരിക്കും. 11-ാം അധ്യായത്തിൽ 1, 2, 3 വായിക്കും. ആരായിരിക്കും ആ കന്യക ഗർഭം ധരിച്ചു വരുന്ന പുത്രൻ? കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. കണ്ടിന്യൂ. ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്. ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്.
അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. കണ്ടോ, ഈ ചൈതന്യം എന്തിനാണ് അവന്റെ മേൽ കൊടുത്തിരിക്കുന്നത്? കണ്ടോ, ഇത് പൂർത്തിയാകാൻ ഈ ജ്ഞാനം ലോകം മുഴുവൻ പ്രചരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ലോകത്തിൽ രൂപാന്തരീകരണം ഉണ്ടാകും. അതിന്റെ മധ്യത്തിൽ 2-3 കാര്യങ്ങളിൽ ഒന്ന് പറയുകയാണ്. 6-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അപ്പോൾ ചെന്നായും ആട്ടും കുഞ്ഞും ഒന്നിച്ചു വസിക്കും എന്ന് പറഞ്ഞ എല്ലാവരും. അപ്പോൾ ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കുന്നു. എങ്ങനെയായിരിക്കും ഇനി നിങ്ങൾ അത് കീഴടക്കുക? എന്തായിരിക്കും പ്രത്യേകത? ചെന്നായിയുടെ നാട്ടിലേക്ക് കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു അപ്പോസ്തലന്മാരോട് പറയുക. പക്ഷെ നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകമുള്ളവരായിരിക്കും. കണ്ടോ, വിവേകമാണ് ആ അയക്കലിന്റെ പ്രധാന കാര്യം. പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? ചെന്നായും ആട്ടുംകുട്ടിയും ഒന്നിച്ചു വസിക്കും. എപ്പോൾ? ഈ ജ്ഞാന ചൈതന്യം വന്നു കഴിയുമ്പോൾ. എന്താണ്, എങ്ങനെയാണ് ഈ ചെന്നായിയെ ആട്ടുംകുഞ്ഞ് കീഴടക്കുക? ചെന്നായിയെ ആട്ടുംകുട്ടി എങ്ങനെയാ കീഴടക്കുക? ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് ആട്ടുംകുഞ്ഞുങ്ങളെ പോലെ, കുഞ്ഞാടിനെ പോലെ ഞാൻ അയക്കും. എല്ലാവരും കൈവീശി കാണിച്ച് പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെയാണോ അയച്ചിരിക്കുന്നത്? അല്ലേ? അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ അയച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ് കുഞ്ഞാടിൻ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് കുഞ്ഞാട് ഈ ചെന്നായി കീഴടക്കുക? ചെന്നായി ഈ വിശുദ്ധീകരിക്കപ്പെടാത്ത, ദൈവത്തെ അറിയാത്ത, വിമോചനം ലഭിക്കാത്ത, പാപമോചനം ലഭിക്കാത്ത, നവീകരണം ലഭിക്കാത്ത, വീണ്ടും ജനനം ലഭിക്കാത്ത, ദൈവസ്നേഹം ലഭിക്കാത്ത അവസ്ഥയിലുള്ള മനുഷ്യരുടെ അവസ്ഥയാണ്. എന്നാൽ എങ്ങനെ ആ അവസ്ഥയിൽ ഈ കുഞ്ഞാട് കാര്യകാര്യം ചെയ്യും? ചെന്നായും കുഞ്ഞാടും 2 വളരെ വൈരുദ്ധ്യമാർന്ന നേച്ചറാണ്. എന്നാൽ 2നെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്. ശ്രദ്ധിക്കണം, കീ പോയിന്റ് എന്താ? കുഞ്ഞാടിനെ അയക്കപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞാട്, ചെന്നായി അയക്കപ്പെട്ടിട്ടില്ല. ചെന്നായി അയക്കപ്പെട്ടിട്ടില്ല. കുഞ്ഞാട് അയക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ അയച്ചവൻ നിഗൂഢമായി കുഞ്ഞാടിന്റെ ഉള്ളിലുണ്ട്. Praise the Lord. ഈ കുഞ്ഞാടിന്റെ കൂടെ ആരുണ്ട്? കുഞ്ഞാടിന്റെ കൂടെ ആരുണ്ട്? കുഞ്ഞാട് ഒറ്റയ്ക്കല്ല. അതിന്റെ അവസാനം അധ്യായത്തിൽ പറഞ്ഞത്, മത്തായിയുടെ അവസാനത്തിൽ പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ ഞാൻ നീയാകുന്ന കുഞ്ഞാടിന്റെ കൂടെയുണ്ട്. The Lion of Judah. ഒരു സിംഹം തന്നെ, പക്ഷേ നിഗൂഢമായിട്ട് നിന്റെ കൂടെയുണ്ട്, നിന്നെ അയച്ചിരിക്കും. അതാണ് be prudent like a serpent. കുഞ്ഞാടിന്റെ അടുത്ത് ചെന്നിട്ട് നിന്റെ കളിയല്ല കളിക്കേണ്ടത്, നീ എൻ്റെ ശക്തിയിൽ നിന്നും സ്വീകരിക്കുക. കുഞ്ഞാട് അയക്കപ്പെട്ടിരിക്കുന്നു, ചെന്നായി അയക്കപ്പെട്ടിട്ടില്ല. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.